നമ്മുടെ ഗുരുവായൂര് വെറും 60 രൂപയ്ക്ക് നല്ല കിടിലം ഊണ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കേണ്ടി വരും ട്ടാ, കാരണം അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു സ്പോട്ടിനെ പറ്റിയിട്ടാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. ഈ ഒരു ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ ഗുരുവായൂര് കോടതിയുടെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞെന്നാൽ ചിലപ്പോൾ വഴി തെറ്റിപ്പോവും. അത് കാരണം അവരുടെ ഗൂഗിൾ മാപ്പിലെ ഒരു ഫോട്ടോ ഞാനിവിടെ വെക്കാം. ഹോംലി മീൽസ് എന്നാണ് അവിടെ ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഒരു വീടിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് കാരണമാണ് ഗൂഗിൾ മാപ്പിൽ ഹോംലി മീൽസ് എന്ന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഇവിടെ എത്തുമ്പോൾ ഒന്ന് അന്താളിച്ച് പോകും. കാരണം ഇവിടെ ഹോട്ടലിൽ പോയിട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു പറമ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഈ പറമ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് അമ്പലങ്ങൾ പോലെ കാവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലോക്കലി ഈ ഒരു ഷോപ്പിന് അറിയപ്പെടുന്നത് കാവിലെ ഊണ് എന്നാണ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ കാവിലെ ഊണെന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമൊന്നുമില്ല കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഹോംലി മീൽസ് എന്ന് തന്നെ വേണം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കയറി ചെല്ലുമ്പോൾ നമ്മുടെ ടേബിളിൻ്റെ മുന്നിൽ വാഴയിലയോ അല്ലെങ്കിൽ പ്ലേറ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവിടെ ആകെ ഉണ്ടാവുക ചോറും പിന്നെ കുറച്ച് കറികളുണ്ടാവും. നമ്മൾ വിചാരിക്കും പ്ലേറ്റ് എവിടെയെന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റം മനസ്സിലായത്. നമ്മൾ വന്നാൽ കൈ കഴുകണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് കഴിക്കാനുള്ള വാഴയിലയും നമ്മൾ തന്നെ കഴുകണം. അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് ഒന്ന് കഴുകിയതിൻ്റെ ശേഷം നമ്മൾ ടേബിളിൽ വന്നിരിക്കുക. ചോറൊക്കെ നല്ല ചൂട്ടോടെ തന്നെ ടേബിളിൽ ഉണ്ടാവും. നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും ഇവിടുന്ന് ഇട്ട് കഴിക്കാം. വെറും 60 രൂപ തന്നെ അവർ ചാർജ് ചെയ്യുള്ളൂ. കൂടുതൽ ചോറിന് കൂടുതൽ കാശ് എന്നുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള അത്ര കഴിക്കാം. അത് കാരണം തന്നെ നമുക്ക് ബാക്കിയാവുന്നുള്ള ടെൻഷൻ വേണ്ട. കൂടുതലായിപ്പോയോ കുറവായിപ്പോയോ എന്നുള്ള ടെൻഷൻ ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇട്ട് കഴിക്കുന്നു. ചോറിൻ്റെ കൂടെ ഇവിടെ സാമ്പാർ ഉണ്ടാവും, മീൻകറി ഉണ്ടാവും, ഒരു പപ്പടം ഉണ്ടാവും, പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാവും, പുളിശ്ശേരി ഉണ്ടാവും, പിന്നെ അച്ചാറുണ്ടാവും. ഇതാണ് 60 രൂപയുടെ ഊണിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് സ്പെഷ്യൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സ്പെഷ്യൽസ് ഓരോ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ പോയ അന്ന് കക്ക റോസ്റ്റും പിന്നെ അയില വറുത്തതും കുടുത വറുത്തതും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അത് 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഡബിൾ ഓംലേറ്റും കൂടി ഞങ്ങൾ പറഞ്ഞു കേട്ടോ. കക്ക റോസ്റ്റിന് 80 രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ അയില പൊരിച്ചതിന് 20 രൂപയും കുടുത പൊരിച്ചതിന് 15 രൂപയാണ് തോന്നുന്നുണ്ട്. ചില ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ചിക്കൻ പൊരിച്ചതൊക്കെ കിട്ടും. അപ്പം ഊണിൻ്റെ കൂടെ നോൺ വെജും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടാവും. ഈ ഒരു ഷോപ്പ് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഇവിടുത്തെ വക്കീലന്മാർക്കും ഡ്രൈവേഴ്സിനൊക്കെ ഫുഡ് കൊടുക്കുന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 30 കൊല്ലത്തിന് മേലായി എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഇന്നിപ്പോൾ ലോറി ഡ്രൈവേഴ്സും വക്കീലന്മാരും മാത്രമല്ല ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നത്. ഈ ഒരു സ്പോട്ട് തേടി പിടിച്ച് വന്ന് ഇവിടെ ഊണ് കഴിക്കുന്നത് ഇഷ്ടം പോലെയാണ്. ഗുരുവായൂരുള്ള മിക്ക പേരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടാണ് ഊണ് കഴിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. ടേസ്റ്റ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇലൊക്കെ മടക്കി ഇല ഞങ്ങൾ തന്നെ കൊണ്ടുപോയി അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ വേണം ഇടാൻ. അതിലിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരായിട്ടുണ്ടായിരുന്നു. ക്യൂ നിൽക്കണ പോലെ തോന്നി ഞങ്ങൾക്ക് ആൾക്കാരൊക്കെ. കാരണം വണ്ടി ഇടാൻ പോലും സ്പേസ് ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഈ ഒരു പറമ്പിൽ. അപ്പോൾ നിങ്ങൾ എത്ര ഉള്ളിൽ പോയി ഷോപ്പ് ഇട്ടാലും നല്ല ഫുഡ് കൊടുക്കണ്ടെങ്കിൽ ആൾക്കാർ തേടി വരുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കാവിലെ ഊണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ യുവർ ഫീഡ്ബാക്ക്. ഇല്ലെങ്കിൽ ഡു ട്രൈ ഇറ്റ് ഔട്ട് ഫ്രം കാവിലെ ഊണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ.